നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നതു മുതൽ തുടങ്ങിയതാണ് കമ്മികൾക്ക് ഈ ചൊറിച്ചിൽ. എങ്ങനെയെങ്കിലും ബി.ജെ.പി. ഭരണം അട്ടിമറിക്കണം, നാട്ടിൽ നടക്കുന്നത് മുഴുവൻ അഴിമതിയും അക്രമവും കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനമാണ് എന്ന് വരുത്തി തീർക്കണം, ബി.ജെ.പിയെ പൊതുസമക്ഷത്തിൽ ആക്ഷേപിക്കണം, ഒരു കോർപ്പറേഷന്റെ ഭരണം പോലും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത പാർട്ടി എങ്ങനെ കേരളം ഭരിക്കുമെന്നും കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് ചോദിപ്പിക്കണം. അതിനുവേണ്ടി എന്തു പണിയും ചെയ്യാൻ മടിയില്ലാതെ ആയിരിക്കുകയാണ് കമ്മികൾക്ക്. ഒന്നുമില്ലെങ്കിലും 10 വർഷം കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ചതല്ലേ? വിശ്വസിച്ച് കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ച് തന്നവരോട് ഭരണത്തിലിരിക്കുമ്പോൾ കാണിച്ച അനീതിയും നെറികേടും പോട്ടെ. മാലിന്യ സംസ്കരണത്തിൽ ഉൾപ്പെടെ ഒരു കോർപ്പറേഷന് പാളിച്ച പറ്റിയാൽ അതിന്റെ ഗുരുതര പ്രത്യാഘാതങ്ങൾ ബാധിക്കുന്നത് ആദ്യം ആരോഗ്യ മേഖലയിലായിരിക്കുമെന്നും പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഗുരുതര പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമെന്നും കൃത്യമായി അറിയാവുന്ന കമ്മികൾ തന്നെ വി രാജേഷ് എന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറോടും ബി.ജെ.പി. അനുഭാവികളോടുമുള്ള കലി തീർക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെ ഇങ്ങനെ നാറ്റിക്കാൻ പാടില്ലായിരുന്നു. തിരുവനന്തപുരത്തെ പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലുമായി മാലിന്യം തള്ളുന്നതിന് പിന്നിൽ CPM നേതൃത്വമെന്ന് മേയർ വി രാജേഷ് തെളിവ് സഹിതം പുറത്തെത്തിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഷമീർ CPM പ്രവർത്തകനാണെന്നും നഗരത്തെ മനഃപൂർവ്വം മലിനമാക്കി ഭരണ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്നും മേയർ ചൂണ്ടിക്കാട്ടി. ഷമീറിന് CPM നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. ഷമീറിനൊപ്പം CPMന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദർ നിൽക്കുന്ന ചിത്രവും മേയർ പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ പിടിയിലായ ഷമീർ അനധികൃതമായി മാലിന്യം ശേഖരിച്ച് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും ജലാശയങ്ങളിലുമായി തള്ളിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോലീസ് അന്വേഷണം ശക്തമായതോടെ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നുവെങ്കിലും പിന്നീട് പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. മാലിന്യം തള്ളുന്ന സംഭവം കണ്ടെത്തി തടയാൻ ശ്രമിച്ച നഗരസഭാ ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം വാഹനമിടിപ്പിച്ച സംഭവം ഇതേ ശൃംഖലയുടെ ഭാഗമാണ്. ഉദ്യോഗസ്ഥന്റെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ആക്രമണം എന്നതിനാൽ സംഭവം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ നിലവിലെ മാലിന്യ സംസ്കരണ സംവിധാനം CPM ഭരണകാലത്ത് നടപ്പാക്കിയ പദ്ധതിയാണെന്നും അതിൽ നിരവധി പോരായ്മകൾ ഉണ്ടെന്നും മേയർ വ്യക്തമാക്കി. അതിനാൽ മാലിന്യ സംസ്കരണത്തിന് സമഗ്രമായ പുതിയ പദ്ധതി നടപ്പാക്കും. തിരഞ്ഞെടുപ്പിന് ശേഷം 6 മാസം പിന്നിട്ടിട്ടും നഗരസഭാ ഭരണത്തിനെതിരെ കാര്യമായ ആരോപണങ്ങൾ ഉയർത്താൻ കഴിയാതിരുന്നതിനാലാണ് CPM നേരിട്ട് മാലിന്യം തള്ളുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതെന്നും മേയർ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയിൽ നഗരത്തെ തകർക്കാനുള്ള രാഷ്ട്രീയമാണ് CPM സ്വീകരിക്കുന്നതെന്നും ഇത്തരം നടപടികൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും മേയർ പറഞ്ഞു. മുൻ മന്ത്രിക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചനയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനാധിപത്യം എന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുടെ വേദിയാണ്. ഭരണകക്ഷിയെ വിമർശിക്കാനും പ്രതിപക്ഷത്തെ ചോദ്യം ചെയ്യാനും നയങ്ങളെ എതിർക്കാനും ഓരോ പൗരനും അവകാശമുണ്ട്. എന്നാൽ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ പേരിൽ ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. ഒരു പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനോ ഒരു ഭരണ സംവിധാനത്തെ മോശമാക്കാനോ വേണ്ടി പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുക, നഗരത്തിന്റെ ശുചിത്വം തകർക്കുക, ജനങ്ങളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ സത്യമാണെങ്കിൽ അതൊരു രാഷ്ട്രീയ പ്രതിഷേധമല്ല, ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ഏത് പാർട്ടിയുടെ അനുഭാവിയാണെങ്കിലും ആദ്യം ഓർക്കേണ്ടത് ഈ നാടിന്റെ ഉടമകൾ ജനങ്ങളാണ് എന്ന സത്യമാണ്. ഒരു നഗരത്തിലെ റോഡും പാർക്കും ജലാശയവും പൊതുസ്ഥലങ്ങളും ഒരു പാർട്ടിയുടേതുമല്ല. അവിടേക്ക് മാലിന്യം വലിച്ചെറിയുമ്പോൾ അതിന്റെ ദോഷം അനുഭവിക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവുമല്ല, സാധാരണ ജനങ്ങളാണ്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന തൊഴിലാളികളും രോഗികളും വയോധികരും തന്നെയാണ് അതിന്റെ ദുരിതം ഏറ്റുവാങ്ങുന്നത്. അതിനാൽ രാഷ്ട്രീയ ലാഭത്തിനായി ജനങ്ങളുടെ ജീവിത നിലവാരം തകർക്കുന്ന ഏത് ശ്രമവും കടുത്ത വിമർശനം അർഹിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അതിന് ജനാധിപത്യ മാർഗങ്ങളുണ്ട്. ജനങ്ങൾക്ക് മുന്നിൽ ബദൽ നയങ്ങൾ അവതരിപ്പിക്കാം, ഭരണത്തിന്റെ വീഴ്ചകൾ തെളിവുകളോടെ ചൂണ്ടിക്കാട്ടാം, തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടാം. അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും മാന്യതയും. എന്നാൽ നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റി അതിന്റെ കുറ്റം ഭരണകൂടത്തിന്റെ മേൽ ചുമത്താൻ ശ്രമിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിന്റെ നിലവാരം താണതാക്കുന്ന അപകടകരമായ പ്രവണതയാണ്. രാഷ്ട്രീയത്തിലെ എതിരാളികൾ ഉണ്ടാകാം, പക്ഷെ ജനങ്ങൾ ശത്രുക്കളല്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി ഒരു പാർട്ടിയെ തോൽപ്പിക്കാമെന്ന ചിന്ത തന്നെ ജനാധിപത്യ വിരുദ്ധമാണ്. ഒരു റോഡിൽ മാലിന്യം കുന്നുകൂടുമ്പോൾ രോഗങ്ങൾ പടരും, കൊതുകുകളുടെ ശല്യം വർദ്ധിക്കും, ദുർഗന്ധം പരക്കും. മഴക്കാലത്ത് ഓടകൾ അടഞ്ഞ് വെള്ളക്കെട്ടുണ്ടാകും. ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഒരു പ്രത്യേക പാർട്ടിയുടെ വോട്ടർമാർ മാത്രമല്ല, മുഴുവൻ സമൂഹവുമാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു സേവനമാണ് എന്ന ബോധ്യം എല്ലാ പാർട്ടികൾക്കും അവരവരുടെ പ്രവൃത്തികളിൽ വളരേണ്ടതുണ്ട്. പാർട്ടിയോടുള്ള വിശ്വാസം എന്നത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വത്തെ മറികടക്കാനുള്ള ലൈസൻസ് അല്ല. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാണ് നഗരങ്ങൾ ശുചീകരിക്കപ്പെടുന്നത്. ആ സംവിധാനത്തെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുന്നവർ അവർ ഏത് കൊടിയുടെ കീഴിലായാലും പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്വം മറക്കുന്നവരാണ്.
കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം ആശയങ്ങളുടെ പോരാട്ടത്തിലൂടെ വളർന്നതാണ്. ആ സംസ്കാരം പ്രതികാരത്തിന്റെയോ നാശനഷ്ടങ്ങളുടെയോ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറരുത്. ഒരു സർക്കാരിനെ എതിർക്കുന്നതും ഒരു നഗരത്തെ നശിപ്പിക്കുന്നതും രണ്ടാണ്. ഭരണത്തെ വിമർശിക്കുന്നത് ജനാധിപത്യമാണ്. ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കാനും കൃത്രിമ വിവാദങ്ങൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സംഘടനകൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ടതുണ്ട്. അനുഭാവികളും പ്രവർത്തകരും വികാരത്തിന് പകരം വിവേകത്തെയാണ് പിന്തുടരേണ്ടത്. പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ജനങ്ങൾക്കെതിരായ പ്രവർത്തനമാകുന്ന നിമിഷം ആ രാഷ്ട്രീയത്തിന് അതിന്റെ ധാർമ്മിക അടിത്തറ നഷ്ടമാകും. അധികാരം വരും പോകും, ഭരണകക്ഷികളും പ്രതിപക്ഷവും മാറി മാറി വരും. എന്നാൽ ജനങ്ങളും അവരുടെ നഗരവും നാടും എന്നും നിലനിൽക്കും. അതിനാൽ രാഷ്ട്രീയ മത്സരത്തിന്റെ പേരിൽ പൊതുസമ്പത്തിനെ നശിപ്പിക്കുന്നതോ ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും അപകടത്തിലാക്കുന്നതോ ഒരു ജനാധിപത്യ സമൂഹത്തിനും അംഗീകരിക്കാനാവില്ല. നിങ്ങൾ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചാലും അത് നിങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്. പക്ഷേ ആ വിശ്വാസം ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രവർത്തികളിലേക്ക് നയിക്കരുത്. എതിരാളിയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം മാലിന്യമല്ല, ആശയമാണ്. പ്രചരണമല്ല, പ്രകടനമാണ്. ഗൂഢനീക്കമല്ല, ജനവിശ്വാസമാണ്. പക്ഷേ കമ്മികളിൽ നിന്ന് ഇതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി കഴിയുകയുമില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി നേടിയ രാഷ്ട്രീയ വിജയം യഥാർത്ഥ വിജയമാവില്ല. ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി നേടുന്ന വിശ്വാസമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ശക്തി. രാഷ്ട്രീയ പോരാട്ടം ജനങ്ങളെ ശിക്ഷിച്ചുകൊണ്ടാകരുത്. മാലിന്യം ആയുധമാകുമ്പോൾ തോൽക്കുന്നത് പാർട്ടിയല്ല, സമൂഹമാണ്.